Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 ജൂൺ 11 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ വെസ്റ്റ് റിഫയിലെ കടകൾക്ക് രാത്രി പ്രവർത്തന സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ മുനിസിപ്പൽ കൗൺസിൽ നിർദ്ദേശം. രാത്രി വൈകിയും പ്രവർത്തിക്കുന്ന കടകൾക്കെതിരായി താമസക്കാരുടെ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് പുതിയ പ്രവർത്തന സമയം ഏർപ്പെടുത്താൻ മുനിസിപ്പൽ കൗൺസിൽ ആലോചിക്കുന്നത്. ബ്ലോക്ക് 904 റോഡ് 411, ബ്ലോക്ക് 912 റോഡ് 1205, 1211 എന്നിവിടങ്ങളിൽ 24 മണിക്കൂർ പ്രവർത്തന ലൈസൻസ് ഇല്ലാത്ത കടകൾ അർദ്ധരാത്രിക്ക് മുമ്പ് അടക്കണമെന്നാണ് നിർദ്ദേശം. ഈ കടകൾ രാവിലെ 5 മണിക്ക് മുമ്പ് തുറക്കരുതെന്ന നിർദ്ദേശവും കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. സദേൺ മുനിസിപ്പൽ കൗൺസിൽ വൈസ് ചെയർമാനും ഏരിയ കൗൺസിലറുമായ അബ്ദുള്ള ബൂബ്ഷെയ്ത്താണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ബഹ്റിനിലെ വടകര താലൂക്കിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ വടകര സൗഹൃദവേദിയുടെ 2025-27 ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് സൗഹൃദം 2025 നാളെ രാത്രി 7 മണി മുതൽ ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കും. ഓറ ആർട്സിന്റെ ബാനറിൽ നടക്കുന്ന പരിപാടിയിൽ കുറ്റ്യാടി MLA മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായും പ്രശസ്ത ഗ്രന്ഥകാരനും ചരിത്ര ഗവേഷകനുമായ ഹരീന്ദ്രൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. കേരളത്തിലെ അറിയപ്പെടുന്ന പെർഫോമിംഗ് ആർട്ടിസ്റ്റായ ഹസീബ് പൂനൂർ നയിക്കുന്ന കലാപ്രകടനത്തോടൊപ്പം സഹൃദയവേദിയുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുട്ടികളുടെയും വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗഹൃദം 2025 വേദിയിൽ വച്ച് ബഹ്റിനിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായ വ്യക്തികളെയും സംഘടന ആദരിക്കും. വടകര സഹൃദയവേദിയിൽ അംഗത്വം സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ 66916711 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ സംഘടിപ്പിക്കുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം ജൂൺ 12 വ്യാഴം വൈകിട്ട് 8 മണിക്ക് ദിവ്യ നരേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഒരു ദിവസം പരമാവധി 40 മിനിറ്റ് ദൈർഘ്യമുള്ള 2 നാടകങ്ങൾ വീതം 4 ദിവസങ്ങളിലായി 8 നാടകങ്ങളാണ് അരങ്ങേറുക. പ്രശസ്തരായ നാടകരചയിതാക്കളുടെ സൃഷ്ടികൾക്കൊപ്പം ബഹ്റിനിൽ നിന്നുള്ള മൗലിക രചനകളുടെ നാടകാവിഷ്കാരങ്ങളും ചേർന്നാണ് ഈ വർഷത്തെ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം നടക്കുന്നത്. ജൂൺ 12, 13, 14, 15 തീയതികളിലായി നടക്കുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവത്തിലേക്ക് എല്ലാ നാടകാസ്വാദകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ അറിയിച്ചു. ഇക്കഴിഞ്ഞ CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ അനുമോദിച്ചു. ബഹ്റിനിലെ സ്കൂളുകളിൽ നിന്നും പ്രസ്തുത പരീക്ഷകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 5 വീതം വിദ്യാർത്ഥികൾക്കാണ് വീടുകളിൽ നേരിട്ടെത്തി ICF നാഷണൽ നേതാക്കൾ അവാർഡുകളും അനുമോദന പത്രവും കൈമാറിയത്. SSLC പരീക്ഷയിൽ ബഹ്റിനിൽ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച നേഹ കൃതിക ടെണ്ടുംദാസ്, കാശ്വി ശ്രീ ശിവമുരുകൻ, ദേവരാജ് ജീവൻ, നഹ്രീൻ മറിയം ഷമീർ, അക്സ സുലസ്, രാജീവൻ രാജ്കുമാർ എന്നിവരാണ് അവാർഡിന് അർഹരായവർ. ധ്രുവി ജതിൻ കാരിയ, ഗായത്രി സീതാലക്ഷ്മി ശർമ്മ, ജോയൽ സാബു, ശ്രേയ മനോജ്, ശിവാനി സത്യശ്രീ, നാഗവെമ്പറാല എന്നിവരാണ് +2 വിഭാഗത്തിൽ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾ. ICF നോളജ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി നൌഷാദ് മുട്ടുന്തല, നൌഫൽ മയ്യേരി, സിയാദ് വളപട്ടണം, അബ്ദുൾ റസാഖ് ഹാജി ഇടിയങ്ങര, ആസിഫ് നന്ദി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. തിരുവല്ല പുളിക്കീഴ് ബ്ലോക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ വിജയികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. ഫാറ്റ് പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനിൽ പാലയിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബ്ലെസൻ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരികളായ ശ്രീകുമാർ പടിയറ, വർഗീസ് ഡാനിയേൽ, ട്രഷറർ ജോബിൻ ജോൺ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ എബ്രഹാം ജോൺ, ബോബൻ ഇടിക്കുള, മുൻ കമ്മിറ്റി അംഗം ഷിനു എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടികൾക്ക് ഫാറ്റ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജെയിംസ് ഫിലിപ്പ്, MD രാജീവ്, VO എബ്രഹാം, സജി ചെറിയാൻ, ജോസഫ് ഫിലിപ്പോസ്, മനോജ് ശങ്കർ, മാത്യു പാലിയേക്കര, വിനോദ് കുമാർ, ടോബി മാത്യു, രാജീവ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈൻ മുൻ പ്രവാസിയും പത്തനംതിട്ട മാരാമൺ സ്വദേശിയുമായ കപിൽ രഞ്ജിത്ത് തമ്പാൻ കാനഡയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 42 വയസ്സായിരുന്നു പ്രായം. കാലിഡോണിയ ഹാമിൽട്ടൺ ഹൈവേയിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷം 3:30 നടന്ന കാർ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. അപകടമുണ്ടായ ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2 പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ബഹ്റൈനിലെ ആദ്യത്തെ സ്വകാര്യ FM റേഡിയോ നിലയമായ റേഡിയോ വോയിസിൽ 6 വർഷത്തോളം സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കപിൽ പിന്നീട് സൗദി അറേബ്യയിലെ അറാംകോ എനർജി റേഡിയോയിലും ജോലി ചെയ്തു. ഇവിടെ നിന്ന് കാനഡയിലേക്ക് കുടുംബസമേതം പോവുകയായിരുന്നു. പ്രശസ്തമായ നിരവധി റേഡിയോ ജിംഗിളുകൾക്കും പരസ്യങ്ങൾക്കും സംഗീതം നൽകിയിട്ടുള്ള കപിൽ രഞ്ജിത്ത് തമ്പാൻ നിരവധി സംഗീത ആൽബങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് റേഡിയോ പുരസ്കാരങ്ങളുടെ ഭാഗമായുള്ള വെങ്കല മെഡൽ അടക്കം നിരവധി അംഗീകാരങ്ങളും കപിലിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യ അമ്പിളി, മക്കൾ ലൈറ, ലിയോറ. സംസ്കാരം പിന്നീട് നാട്ടിൽ വെച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.